മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലെ റാഹേൽ, ലിയ, ദീന എന്നിവരെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുക. ഗോത്രപിതാവായ യാക്കോബിൻ്റെ ഭാര്യമാരായി തീർന്ന രണ്ട് സഹോദരിമാരാണ് റാഹേലും ലിയായും. ലിയായിൽ നിന്നുള്ള യാക്കോബിൻ്റെ ഏക മകളായിരുന്നു ദീന. മാനുഷികമായ ഇവരുടെ ബലഹീനതകൾക്കിടയിലും ദൈവം തൻ്റെ പദ്ധതി മുന്നോട്ട് കണ്ടുവരുന്നത് ഈ വനിതകളുടെ ജീവിതത്തിലും നമുക്ക് കാണാം. യാക്കോബ് തൻ്റെ പിതാവായ ഇസ്ഹാക്കിനെ വഞ്ചിച്ച് ഏശാവിന് ലഭിക്കേണ്ടിയിരുന്ന ആദ്യജാതൻ്റെ അനുഗ്രഹം വാങ്ങിയ ശേഷം കനാനിൽ നിന്ന് പലായനം ചെയ്തു. ഏശാവിൻ്റെ കോപം ഭയന്ന് തൻ്റെ അമ്മയായ റെബേക്കായുടെ കുടുംബത്തിൽ അഭയം തേടാനും പിതാവായ ഇസ്ഹാക്കിൻ്റെ നിർദ്ദേശപ്രകാരം തൻ്റെ ബന്ധുക്കളിൽ നിന്ന് ഭാര്യയെ തിരഞ്ഞെടുക്കാനും അവൻ അപ്പർ മെസപ്പൊട്ടോമിയയിലെ അല്ലെങ്കിൽ ആധുനിക തുർക്കി സിറിയ ഭാഗത്തെ ഹാരാനിലേക്ക് യാത്ര ചെയ്യുന്നു. ഉൽപ്പത്തി 28-ാം അധ്യായം 2-ാം വാക്യം. അവിടെയുള്ള ഒരു മേച്ചിൽ സ്ഥലത്തെ കിണറ്റിൻകരയിൽ യാക്കോബ് തൻ്റെ ഭാവി വധുവായ റാഹേലിനെ ആദ്യമായി കാണുന്നു. അപ്പോൾ അവൾ തൻ്റെ പിതാവായ ലാബാൻ്റെ ആടുകളെ മേയ്ക്കുകയായിരുന്നു. ഉൽപ്പത്തി 29:1-12 വരെയുള്ള വാക്യങ്ങൾ. കിണറ്റിൻകരയിൽ ഭാവി ഭാര്യയെ കണ്ടെത്തുന്നത് ബൈബിളിലെ ഒരു പതിവ് രീതിയാണ്. കിണറുകളിൽ വെള്ളം സംഭരിക്കാൻ മാത്രമല്ല, പ്രാദേശിക ഒത്തുചേരൽ നടക്കുന്ന സ്ഥലങ്ങൾ കൂടിയായിരുന്നു. ചിലപ്പോൾ അവിടം ദിവ്യ കൂടിക്കാഴ്ചകൾക്കും വിവാഹ ബന്ധങ്ങൾക്കും സാഹചര്യം ഒരുക്കിയിരുന്നു. മറ്റു ചില ഉദാഹരണങ്ങൾ നോക്കാം. ഹാരാനിനടുത്തുള്ള നാഹോർ പട്ടണത്തിലെ ഒരു കിണറ്റിൻകരയിലാണ് അബ്രാഹത്തിൻ്റെ ദാസൻ എലിയേസർ ഇസ്ഹാക്കിൻ്റെ ഭാവി ഭാര്യയായി തീർന്ന റെബേക്കായെ കണ്ടെത്തിയത്. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം. മിദ്യാനിലെ ഒരു കിണറ്റിൻകരയിൽ വെച്ചാണ് മോശ തൻ്റെ പിൽക്കാല ഭാര്യ സിപ്പോറായെ ആദ്യം കാണുന്നത്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 15-21 വാക്യങ്ങൾ. ഇത്തരം സാഹചര്യങ്ങളിൽ കിണറ്റിൻകരയിലെ സ്ത്രീയുടെ ആതിഥേയത്വം, ഉത്തരവാദിത്വം, ആരോഗ്യക്ഷമത തുടങ്ങിയ സൽഗുണങ്ങൾ പ്രകടമാണ്. പുരുഷന്മാർ അവയെ ജീവിത പങ്കാളി തിരഞ്ഞെടുക്കുന്നതിന് ദൈവിക ഘടകങ്ങളായി കൂടി കാണുന്നു. റാഹേലിനെ പോലെ ആടുകളെ മേയ്ക്കുന്ന ഇടയ സ്ത്രീകൾ അക്കാലത്തുണ്ടായിരുന്നു. പിതാവിൻ്റെ ആടുകളെ പരിപാലിച്ചിരുന്ന അവൾ കഠിനാധ്വാനിയും വിശ്വസ്തയുമാണെന്ന് പ്രകടമായിരുന്നു. കിണറ്റിൽ നിന്ന് ആരംഭിച്ച യാക്കോബിൻ്റെ റാഹേലിനോടുള്ള സ്നേഹം സുദീർഘമായ അധ്വാനത്തിലൂടെയും സഹനത്തിലൂടെയുമാണ് സഫലമായത്. ഉൽപ്പത്തി 29-ാം അധ്യായം 18-20 വരെയുള്ള വാക്യങ്ങൾ. ഇത് ക്രിസ്തുവിന് സഭയെ നേടാനുള്ള ത്യാഗോജ്വലവും സഹനാധിഷ്ഠിതവുമായ സ്നേഹത്തെ മുൻനിഴലാക്കുന്നു. യഥാർത്ഥ സ്നേഹം വെറും വികാരമോ ബാഹ്യപ്രകടനമോ അല്ല, അത് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിക്കുന്നതിൽ അധിഷ്ഠിതമാണ്. തൻ്റെ മകൾ റാഹേലിനെ വിവാഹം ചെയ്തു തരണമെങ്കിൽ അതിന് വിലയായി നൽകുവാൻ സ്വന്തമായി ഒന്നുമില്ലാത്ത യാക്കോബിനോട് 7 വർഷം തനിക്ക് വേണ്ടി ജോലി ചെയ്യണമെന്ന് ലാബാൻ നിബന്ധന വയ്ക്കുന്നു. റാഹേലിനുള്ള തീവ്ര സ്നേഹത്താൽ യാക്കോബ് അതിന് സമ്മതിച്ച് ആ ദൗത്യം ഏറ്റെടുക്കുന്നു. ഉൽപ്പത്തി 29-ാം അധ്യായം 18-20 വരെ വാക്യങ്ങൾ. മെസപ്പൊട്ടോമിയ, കാനാൻ എന്നിവയുൾപ്പെടെയുള്ള പുരാതന സെമിറ്റിക് സമൂഹങ്ങളിൽ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പുരുഷൻ സ്ത്രീയുടെ പിതാവിനോ കുടുംബത്തിനോ വധുവില അല്ലെങ്കിൽ ഹീബ്രുവിൽ മോഹർ നൽകിയിരുന്നു. ഈ പണം വരന് കുടുംബം പുലർത്താനുള്ള സാമ്പത്തിക ശേഷിയുണ്ടെന്ന് തെളിയിക്കാനും വധുവിൻ്റെ കുടുംബത്തിന് അവളുടെ അധ്വാനവും കുടുംബാംഗത്വവും നഷ്ടപ്പെടുന്നതിന് പരിഹാരമായും വിവാഹം ഔപചാരികമാക്കുന്നതിനുള്ള കരാർ വ്യവസ്ഥയായും കണക്കാക്കിയിരുന്നു. പിതൃസ്വത്തുക്കൾ ഒന്നും ലഭിക്കാതെ യാക്കോബ് സ്വഭവനത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിനാൽ മോഹറിൻ്റെ ഭാഗമാക്കാറുള്ള വെള്ളി, കന്നുകാലികൾ, വസ്തുവകകൾ എന്നിവയൊന്നും വാഗ്ദാനം ചെയ്യാൻ കഴിഞ്ഞില്ല. പകരം റാഹേലിനെ നേടാൻ അദ്ദേഹം 7 വർഷത്തെ അധ്വാനത്തിന് സമ്മതിച്ചു. ഇത് ഉദാരവും മാന്യവുമായ ഒരു വാഗ്ദാനം മാത്രമല്ല, ലാബാൻ്റെ ദൃഷ്ടിയിൽ യാക്കോബിനോട് മതിപ്പുളവാക്കാനും കാരണമായി. റാഹേലിനായി യാക്കോബിൻ്റെ 7 വർഷത്തെ അധ്വാനം അമിതമായി തോന്നാമെങ്കിലും പുരാതന കാലത്ത് 7 എന്ന സംഖ്യ പൂർണ്ണതയെയും ഉടമ്പടിയുടെ സ്ഥിരതയെയും സൂചിപ്പിക്കുന്നു. അത്രനാൾ ജോലി ചെയ്യുവാനുള്ള യാക്കോബിൻ്റെ സന്നദ്ധത അവൻ്റെ ആഴമായ സ്നേഹവും മാന്യമായ ഉദ്ദേശവും പ്രകടമാക്കി. ഉൽപ്പത്തി 29-20 പറയുന്ന പ്രകാരം അവളോടുള്ള സ്നേഹം മൂലം ആ വർഷങ്ങൾ ഏതാനും നാളുകളായേ അവന് തോന്നിയുള്ളൂ.
ഇത് യാക്കോബിൻ്റെ റാഹേലിനോടുള്ള സ്നേഹ തീവ്രത എടുത്തു കാണിക്കുന്നു. എന്നാൽ വിവാഹരാത്രിയിൽ തൻ്റെ മൂത്ത മകളായ ലേയായെ മൂടുപടം ധരിച്ച വധുവായി മാറ്റി ലാബാൻ യാക്കോബിനെ വഞ്ചിക്കുന്നു. പുരാതന സെമിറ്റിക് സംസ്കാരങ്ങളിൽ വിവാഹ ചടങ്ങുകളിൽ ഉടനീളം വധു മൂടുപടം ധരിക്കുന്നത് അത്തരം വിവാഹങ്ങളിൽ സാധാരണമായിരുന്നു. ഈ രീതി ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ സ്ത്രീയെ ഭർത്താവിലേക്ക് കൈമാറുന്ന നിഗൂഢതയും പവിത്രതയും പ്രകടിപ്പിക്കുന്ന ആചാരമായിരുന്നു. ലാബാൻ ലേയായെ വൈകുന്നേരം ഇരുട്ടത്ത് യാക്കോബിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് ലിയായുടെ വ്യക്തിത്വത്തെ മറയ്ക്കാൻ വേണ്ടിയായിരുന്നു. മൂടുപടവും ഇരുട്ടും ഒരുപക്ഷെ ആ നിമിഷത്തിൻ്റെ വൈകാരിക ആവേശവും കൂടി ചേർന്ന് വഞ്ചന വിജയകരമായി നടപ്പിലാക്കാൻ ലാബാനെ സഹായിച്ചു. രാവിലെ യാക്കോബ് വഞ്ചന കണ്ടെത്തുകയും കോപിക്കുകയും ചെയ്യുന്നു. ഒരു പ്രാദേശിക ആചാരം ഉദ്ധരിച്ചുകൊണ്ട് ലാബാൻ തൻ്റെ പ്രവൃത്തിയെ ന്യായീകരിക്കുന്നു. മൂത്തവൾ നിൽക്കെ ഇളയവളെ പറഞ്ഞയക്കുക ഞങ്ങളുടെ നാട്ടിൽ പതിവില്ല. ഉൽപ്പത്തി 29:26 പല സംസ്കാരങ്ങളിലും മൂത്ത പെൺമക്കൾ ആദ്യം വിവാഹം കഴിക്കണമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് യാക്കോബ് റാഹേലിനെ വിവാഹം കഴിക്കാൻ അവൾക്ക് വേണ്ടി 7 വർഷം കൂടി ജോലി ചെയ്യേണ്ടി വന്നു. അങ്ങനെ യാക്കോബിന് സഹോദരിമാരായ 2 ഭാര്യമാരുണ്ടായി. പിന്നീട് മോശയുടെ ന്യായപ്രമാണത്തിൽ സഹോദരിമാരെ വിവാഹം ചെയ്യുന്നത് വിലക്കുകയുണ്ടായി. ലേവ്യരുടെ പുസ്തകം 18 എന്നാൽ അതിനു മുമ്പ് അത് നിരോധിക്കപ്പെട്ടിരുന്നില്ല. തുടക്കം മുതൽ തന്നെ യാക്കോബിൻ്റെ കുടുംബാന്തരീക്ഷം പിരിമുറുക്കമുള്ളതായിരുന്നു. ലിയായുടെ കണ്ണുകൾ മങ്ങിയവയും റാഹേൽ സുന്ദരിയും വടിവത്തോളുമായിരുന്നു. ഉൽപ്പത്തി 29:17 അതിനാൽ യാക്കോബ് ലിയായേക്കാൾ കൂടുതൽ സ്നേഹം റാഹേലിനോട് പ്രകടിപ്പിച്ചിരുന്നു. ഉൽപ്പത്തി 29:30 സ്നേഹിക്കപ്പെടാത്തതിലുള്ള ലിയായുടെ ദുഃഖം ദൈവം കാണുകയും കുട്ടികൾ നൽകി അവളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അതേസമയം റാഹേൽ തുടക്കത്തിൽ വന്ധ്യയായിരുന്നു. ഉൽപ്പത്തി 29:31 യാക്കോബിൻ്റെ ആദ്യത്തെ 4 ആൺമക്കളായ റൂബൻ, ശെമയോൻ, ലേവി, യൂദ എന്നിവരെ പ്രസവിക്കുവാൻ കഴിഞ്ഞതിനാൽ ലിയ സന്തോഷവതിയായി. ഏവരിലുമുപരിയായി ദൈവത്തിൻ്റെ അംഗീകാരം തേടാൻ ഇത് നമ്മെ പഠിപ്പിക്കുന്നു. തൻ്റെ സഹോദരി ഒന്നിനു പുറകെ ഒന്നായി കുട്ടികളെ പ്രസവിക്കുന്നത് കണ്ട റാഹേലിൽ അസൂയയും മനോവേദനയും വർദ്ധിക്കുന്നു. ഒരു ആർദ്ര നിമിഷത്തിൽ റാഹേൽ യാക്കോബിനോട് അപേക്ഷിക്കുന്നു, എനിക്ക് മക്കളെ തരിക, അല്ലെങ്കിൽ ഞാൻ മരിക്കും. ഉൽപ്പത്തി 30:1 അവൻ ചോദിച്ചു, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ? അവിടുന്നല്ലേ നിനക്ക് സന്താനം നിഷേധിച്ചിരിക്കുന്നത്? ഈ ദാമ്പത്യ പിരിമുറുക്കം റാഹേലിൻ്റെ മാതൃത്വത്തിനായുള്ള ആഴമായ ആഗ്രഹത്തെയും അത് നിറവേറ്റാനുള്ള യാക്കോബിൻ്റെ നിസ്സഹായതയെയും എടുത്തു കാണിക്കുന്നു. അക്കാലത്തെ ആചാരം പിന്തുടർന്ന് സാറ ഹാഗാറിനോട് ചെയ്തതുപോലെ റാഹേൽ തൻ്റെ ദാസിയായ ബിൽഹയെ യാക്കോബിന് ഉപഭാര്യയായി നൽകുന്നു. അവളിലൂടെ തൻ്റേതായ ഒരു കുടുംബം കെട്ടിപ്പടുക്കാൻ അവൾ ആഗ്രഹിച്ചു. ഉൽപ്പത്തി 30:3 ദാൻ, നഫ്താലി എന്നീ 2 പുത്രന്മാരെ ബിൽഹ പ്രസവിക്കുന്നു. അവരെ റാഹേൽ തൻ്റേതായി കണക്കാക്കിക്കൊണ്ട് പറഞ്ഞു, ദൈവം എനിക്ക് അനുകൂലമായി ന്യായം വിധിച്ചു. എൻ്റെ സഹോദരിയുമായി കടുത്ത മത്സരം നടത്തി ഞാൻ ജയിച്ചിരിക്കുന്നു. ഉൽപ്പത്തി 30:6-8 വാക്യങ്ങൾ. ആ വാക്കുകളിൽ മാത്സര്യം വ്യക്തമാണ്. റാഹേലും ലേയായും പ്രസവത്തെ മാന്യതയ്ക്കും യാക്കോബിൻ്റെ സ്നേഹത്തിനും വേണ്ടിയുള്ള ഒരു മത്സരമായി കാണുന്നു. കുറച്ചു കാലത്തേക്ക് ഗർഭധാരണ ശേഷി നഷ്ടപ്പെട്ട ലിയ മക്കൾക്ക് ജന്മം നൽകുന്നതിനുള്ള മത്സരത്തിൽ പരാജയപ്പെടാതിരിക്കാൻ തൻ്റെ ദാസിയായ ശില്പയെ യാക്കോബിന് നൽകുന്നു. ശില്പ വളർന്നു വരുന്ന ആ കുടുംബത്തിലേക്ക് ഗാദ്, അഷേർ എന്നീ 2 പുത്രന്മാർക്ക് ജന്മമേകുന്നു. ഉൽപ്പത്തി 30:9-13 വാക്യങ്ങൾ. യാക്കോബിൻ്റെ കുടുംബത്തിൻ്റെ കഥയിൽ ആർദ്രവും വിചിത്രവുമായ നിമിഷങ്ങൾ കാണാം. ഉൽപ്പത്തി 30-14-17 വാക്യങ്ങളിൽ വന്ധ്യതയ്ക്കുള്ള ഒരു നാടോടി പരിഹാരമായ ദൂതായി പഴങ്ങൾ യുവാവായിരുന്ന റൂബൻ ലേയായ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നു. സന്താനോൽപാദനം കാക്ഷിക്കുന്ന റാഹേൽ ലേയായോട് കുറച്ച് ദൂതായി പഴങ്ങൾ ചോദിക്കുന്നു. അപകടന തോന്നിയ ലേയ ചോദിച്ചു, എൻ്റെ ഭർത്താവിനെ കൈയടക്കി വെച്ചിരിക്കുന്നത് പോരെ? എൻ്റെ മകൻ്റെ ദൂതായി പഴവും നിനക്ക് വേണോ? ഉൽപ്പത്തി 30:15 രസകരമായ ആ വിലപേശലിൽ ദൂതായി പഴങ്ങൾക്ക് പകരമായി യാക്കോബ് ആ രാത്രി ലിയോയോടൊപ്പം ശയിക്കാൻ റാഹേൽ സമ്മതിക്കുന്നു. യാക്കോബ് വൈകുന്നേരം വയലിൽ നിന്ന് വന്നപ്പോൾ ലിയ അവനോട് പറഞ്ഞു,
അങ്ങ് ഇന്ന് എൻ്റെ അടുത്ത് വരണം, കാരണം എൻ്റെ മകൻ്റെ ദൂതായിപ്പഴം കൊടുത്ത് ഞാൻ അങ്ങയെ വാങ്ങിയിരിക്കുകയാണ്. അവൻ അന്ന് രാത്രി അവളോടുകൂടി ശയിച്ചു. ഉൽപ്പത്തി 30:16 ആ രാത്രിയിൽ ദൈവം ലിയായ്ക്ക് മറ്റൊരു മകനായ ഇസഖാറിനെയും പിന്നീട് 6ാമത്തെ മകനായ സെബുലൂനെയും ഒടുവിലൊരു മകളായ ദീനയെയും നൽകി അനുഗ്രഹിക്കുന്നു. ഉൽപ്പത്തി 30:17 മുതൽ 21 വരെ വാക്യങ്ങൾ. ദൈവം എനിക്ക് നല്ല സമ്മാനം തന്നിരിക്കുന്നു, ഇനി ഭർത്താവ് എന്നോടൊത്ത് വസിക്കും, അവന് ഞാൻ 6 മക്കളെ കൊടുത്തിരിക്കുന്നല്ലോ. ഉൽപ്പത്തി 30:20 എന്ന് പറഞ്ഞ് ലിയ സന്തോഷിക്കുന്നു. ലിയായ്ക്ക് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നിട്ടും യാക്കോബിൻ്റെ ഹൃദയം അപ്പോഴും റാഹേലിനെ അനുകൂലിച്ചിരുന്നു. എങ്കിലും ലെയായുടെ മാതൃത്വം അസാധാരണമാണ്. അവളിലൂടെയാണ് ഇസ്രായേലിൻ്റെ പുരോഹിത വംശമായ ലേവിയും യൂദയായിലൂടെ രാജവംശവും വരുന്നത്. ഒടുവിൽ റാഹേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു. ദൈവം റാഹേലിനെ സ്മരിച്ചു. അവിടുന്ന് അവളുടെ പ്രാർത്ഥന കേൾക്കുകയും അവളുടെ വന്ധ്യത്വം അവസാനിപ്പിക്കുകയും ചെയ്തു. ഉൽപ്പത്തി 30:22 അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുന്നു. എൻ്റെ അപമാനം ദൈവം നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഉൽപ്പത്തി 30:23 എന്നവൾ വിളിച്ചു പറഞ്ഞു. അവൾ അവന് ജോസഫ് എന്ന് പേരിട്ടു. വർഷങ്ങളുടെ വന്ധ്യതയ്ക്ക് ശേഷമുള്ള ജോസഫിൻ്റെ ജനനം റാഹേലിന് വലിയ സന്തോഷത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും നിമിഷമായിരുന്നു. കത്തോലിക്ക പാരമ്പര്യത്തിൽ റാഹേലിൻ്റെ ഏറ്റവും പ്രിയ ആദ്യജാതനും സഹോദരന്മാരാൽ തിരസ്കരിക്കപ്പെട്ടവനും പിന്നീട് തൻ്റെ ജനത്തിൻ്റെ രക്ഷകനുമായി മാറിയ ജോസഫിനെ ക്രിസ്തുവിൻ്റെ പ്രതീകമായി അവതരിപ്പിക്കുന്നു. ലേയായുടെയും റാഹേലിൻ്റെയും കഥയിൽ അവരുടെ സംസ്കാരത്തിലെ ബഹുഭാര്യത്വത്തെയും വെപ്പാട്ടിമാരെയും പരാമർശിക്കുന്നു. സന്താനവർദ്ധനവിനു വേണ്ടി ഒരു ധനികന് ഒന്നിലധികം ഭാര്യമാരോ വെപ്പാട്ടികളോ ഉണ്ടായിരിക്കുന്നത് അക്കാലത്ത് സ്വീകാര്യമായിരുന്നു. അനുഗ്രഹത്തിൻ്റെ അടയാളങ്ങളായും പിതാവിൻ്റെ പേരും തൊഴിലും നിലനിർത്താനുള്ള മാർഗമായും മക്കളെ കണ്ടിരുന്നു. ആൺമക്കളെ പ്രസവിക്കുന്നത് വഴി ഭാര്യയ്ക്ക് ആദരവും സുരക്ഷിതത്വവും ലഭിച്ചിരുന്നു. വന്ധ്യത മൂലമുണ്ടായ റാഹേലിൻ്റെ നിരാശയും ഓരോ മകൻ്റെയും ജനനത്തിൽ ലിയായ്ക്കുണ്ടായ സന്തോഷവും ആ സന്ദർഭത്തിൽ തികച്ചും പ്രസക്തമാണ്. അവർ തങ്ങൾക്ക് വേണ്ടി സന്താനോൽപാദനത്തിന് ദാസിമാരെ ഭർത്താവിന് നൽകുന്നത് അക്കാലത്ത് പതിവായിരുന്നു. സമകാലിക മെസപ്പൊട്ടോമിയൻ വിവാഹ കരാറുകൾ കാണിക്കുന്നത് ഒരു ഭാര്യ വന്ധ്യയാണെങ്കിൽ അവൾക്ക് തൻ്റെ വേലക്കാരിയെ ഭർത്താവിന് നൽകാമെന്നാണ്. റാഹേൽ വഴി ജോസഫ് ജനിച്ച് അധികം താമസിയാതെ യാക്കോബിന് കനാനിലേക്ക് മടങ്ങുവാനുള്ള ആഹ്വാനം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നു. അവൻ ലേയായോടും റാഹേലിനോടും ഈ കാര്യം വിശദീകരിക്കുന്നു. ഉൽപ്പത്തി 31 തങ്ങൾ അതുവരെ വളർന്നു വന്ന ഭവനം ഉപേക്ഷിക്കേണ്ടി വന്നെങ്കിലും 2 ഭാര്യമാരും യാക്കോബിനെ പിന്തുണയ്ക്കുന്നു. അവർ പോകുന്നതിന് മുമ്പ് റാഹേൽ തൻ്റെ പിതാവായ ലാബാൻ്റെ ഗൃഹവിഗ്രഹങ്ങൾ മോഷ്ടിക്കുന്നു. ഉൽപ്പത്തി 31:19 ഈ ചെറിയ പ്രതിമകൾ അല്ലെങ്കിൽ ടെറാഫിം ആ സംസ്കാരത്തിൽ അനുഗ്രഹത്തിൻ്റെ ഉറവിടങ്ങളോ അനന്തര അവകാശത്തിൻ്റെ അടയാളങ്ങളോ ആയി കണക്കാക്കപ്പെട്ടിരിക്കാം. നാളതുവരെ പിന്തുടർന്നു വന്ന അന്ധവിശ്വാസം മൂലമോ തൻ്റെ പിതാവ് അവയെ ആരാധിക്കുന്നത് തടയുന്നതിനോ ആയിരിക്കാം റാഹേൽ അവ എടുത്തത്. പിന്നീട് ലാബാൻ മക്കളെ പിന്തുടർന്ന് മോഷ്ടിച്ച ദൈവവിഗ്രഹങ്ങൾക്കായി അവരുടെ കൂടാരങ്ങൾ തിരയുമ്പോൾ തന്ത്രശാലിയായ റാഹേൽ വിഗ്രഹങ്ങളെ ഒട്ടക ഭാണ്ഡങ്ങളിൽ ഒളിപ്പിച്ച് അവയിൽ കയറിയിരുന്നു. പിതാവ് വന്നപ്പോൾ എനിക്കിപ്പോൾ മാസമുറയാണെന്ന് പറഞ്ഞ് എഴുന്നേൽക്കുവാൻ അവൾ തയ്യാറായില്ല. ഉൽപ്പത്തി 31 34-35 അങ്ങനെ റാഹേലിൻ്റെ തന്ത്രം മൂലം ലാബാന് തൻ്റെ വിഗ്രഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ സംഭവം റാഹേലിൻ്റെ ആത്മീയ അപക്വതയെ വെളിപ്പെടുത്തുന്നു. അരമായ കുടുംബങ്ങളിലെ പുറജാതീയ ഘടകങ്ങളെ അവൾ പൂർണ്ണമായി ഉപേക്ഷിച്ചിരുന്നില്ല. റാഹേലിൻ്റെ ജീവിതത്തിലെ ഒരു പോരായ്മയായി ഇത് നിലകൊള്ളുന്നു. ബഹുമാനിക്കപ്പെടുന്ന ഗോത്രമാതാവിന് പോലും അപൂർണതകൾ ഉണ്ടായിരുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നു. യാക്കോബും കുടുംബവും ഒടുവിൽ കാനാനിൽ തിരിച്ചെത്തുന്നു. തന്നോട് വിരോധമുള്ള സഹോദരൻ ഏശാവിനെ കാണാൻ യാക്കോബ് തയ്യാറെടുത്തുകൊണ്ട് സഹോദരൻ്റെ എതിർപ്പ് പ്രതീക്ഷിച്ച് അവൻ തൻ്റെ കുടുംബത്തെ ക്രമപ്പെടുത്തുന്നു. ലിയായും അവളുടെ കുട്ടികളും മുമ്പിലും റാഹേലിനെയും ജോസഫിനെയും ഏറ്റവും വലിയ സംരക്ഷണത്തിനായി അവസാന ഭാഗത്ത് നിർത്തിയത് അവരോടുള്ള വ്യത്യസ്ത താല്പര്യത്തിൻ്റെ പ്രകടനമായിരുന്നു. ഉൽപ്പത്തി 33:1-2 ആ വേർതിരിവിൽ ലിയായുടെ വേദനയുടെ തുടർച്ച ഊഹിക്കാവുന്നതേ ഉള്ളൂ. എങ്കിലും പുനഃസമാഗമം നടക്കുമ്പോൾ
ഭാര്യമാരും എല്ലാ കുട്ടികളും ഏശാവിനെ വണങ്ങുകയും തുടർന്ന് ഏശാവ് അനുരഞ്ജനത്തിന് തയ്യാറാവുകയും ചെയ്യുന്നു. യാക്കോബിന് ലിയായിൽ ജനിച്ച ഏകമകൾ ദീനായുടെ ദാരുണമായ കഥ പിന്നീട് ഉൽപ്പത്തി 34 അധ്യായത്തിൽ വിവരിക്കുന്നു. കൗമാരക്കാരിയായിരുന്ന അവൾ സൗഹൃദം തേടാനോ ഒരു പ്രാദേശിക ഉത്സവത്തിൽ പങ്കെടുക്കാനോ വേണ്ടി ദേശത്തെ സ്ത്രീകളെ സന്ദർശിക്കാൻ പോയി. കാനാന്യ നഗരമായ ഷെക്കേമിൽ ആയിരിക്കുമ്പോൾ അവിടുത്തെ പ്രഭുവായിരുന്ന ഹാമോർ എന്ന ഹിവ്യൻ്റെ മകൻ ഷെക്കേം അവളെ കണ്ടപ്പോൾ പിടിച്ചുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് അപമാനിച്ചു. ഉൽപ്പത്തി 34 അധ്യായം 2 വാക്യം. തുടർന്ന് ദീനായിൽ ആഴമായി ആകർഷണനായ ഷെക്കേം അവളെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി 34:3-4 വാക്യങ്ങൾ. വിവാഹം ക്രമീകരിക്കാൻ അവൻ തൻ്റെ പിതാവായ ഹാമോറിനോട് ആവശ്യപ്പെടുന്നു. ഷെക്കേമിൻ്റെ വീട്ടുതടങ്കലിൽ കഴിയേണ്ടി വന്ന ദീന കഥയിലുടനീളം നിശബ്ദതയും അശക്തിയുമാണ്. മകളുമേലുമുണ്ടായ അതിക്രമത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ യാക്കോബ് ഏറെ ദുഃഖിതനാകുന്നു. പുത്രന്മാരെല്ലാവരും വയലിൽ കാലികളുടെ കൂടെ ആയിരുന്നതുകൊണ്ട് അവർ തിരിച്ചെത്തും വരെ അവൻ ക്ഷമിച്ചിരുന്നു. ഉൽപ്പത്തി 34 അധ്യായം 5 വാക്യം. ഷെക്കേമിൻ്റെ പിതാവായ ഹാമോർ യാക്കോബിനോട് സംസാരിക്കാനായി വന്നു. അയാൾ പറഞ്ഞു, ഞങ്ങളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുക, നിങ്ങളുടെ പെൺകുട്ടികളെ ഞങ്ങൾക്ക് തരിക, ഞങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങളും സ്വീകരിക്കുക, ഞങ്ങളുടെ കൂടെ പാർക്കുക, ഈ നാട്ടിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടായിരിക്കും, നിങ്ങൾക്കിവിടെ പാർത്ത് തൊഴിൽ ചെയ്യുകയും സമ്പാദ്യം ഉണ്ടാക്കുകയും ചെയ്യാം. ഉൽപ്പത്തി 34 അധ്യായം 9-10 വാക്യങ്ങൾ. ദീനയെ സ്വീകരിക്കുവാൻ യാക്കോബ് ആവശ്യപ്പെടുന്ന ഏത് വധുവിലയും നൽകാൻ ഹാമോറും ഷെക്കേമും തയ്യാറായി. ഉൽപ്പത്തി 34 അധ്യായം 12 വാക്യം. എങ്കിലും യാക്കോബിൻ്റെ പുത്രന്മാർ, പ്രത്യേകിച്ച് ദീനയുടെ പൂർണ്ണ സഹോദരന്മാരായ ശെമയോൻ ലേവിയും ഷെക്കേമിൻ്റെ ദുഷ്കൃത്യത്തിൽ കോപാകുലരായിരുന്നു. വഞ്ചനാപരമായി അവർ ആ നാട്ടുകാരോട് വിവാഹത്തിന് സമ്മതിക്കുന്നത് ഒരു വ്യവസ്ഥയിലാണ്. നഗരത്തിലെ എല്ലാ പുരുഷന്മാരും പരിച്ഛേദനം ചെയ്യണം. ഉൽപ്പത്തി 34 അധ്യായം 13-17 വരെയുള്ള വാക്യങ്ങൾ. ഷെക്കേം അതിന് സമ്മതിക്കുകയും നടപടിക്രമത്തിന് വിധേയമാക്കാൻ മുഴുവൻ പട്ടണവാസികളെയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് യാക്കോബിൻ്റെ വംശവുമായുള്ള ഐക്യത്തിനും സമൃദ്ധിക്കും ഒരു നല്ല മാർഗമാണെന്ന് അയാൾ പ്രചരിപ്പിച്ചു. ഉൽപ്പത്തി 34:18-24 വരെയുള്ള വാക്യങ്ങൾ. ദേശവാസികളുടെ കൂട്ടപരിച്ഛേദനം കഴിഞ്ഞ് 3-ാം ദിവസം നഗരത്തിലെ പുരുഷന്മാർ വേദനയാൽ ദുർബലരായപ്പോൾ അവർ നഗരത്തെ ആക്രമിക്കുകയും ഷെക്കേമും ഹാമോറും ഉൾപ്പെടെ എല്ലാ പുരുഷന്മാരെയും കൊല്ലുകയും ദീനയെ ഷെക്കേമിൻ്റെ വീട്ടിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നു. ഉൽപ്പത്തി 34:25-26 വാക്യങ്ങൾ. യാക്കോബിൻ്റെ ശേഷിക്കുന്ന പുത്രന്മാർ പിന്നീട് നഗരം കൊള്ളയടിക്കുന്നു. യാക്കോബിനെ പോലും ഞെട്ടിക്കുന്ന ഒരു അക്രമാസക്തമായ പ്രതികാര നടപടിയായിരുന്നു അത്. യാക്കോബ് ശെമയോനെയും ലേവിയെയും ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ നാട്ടുകാരായ കാനാൻകാരുടെയും പെരീസ്യരുടെയും മുമ്പിൽ നിങ്ങൾ എന്നെ ദുഷ്കൃത്യം വരുത്തിയിരിക്കുന്നു. എനിക്ക് ആൾബലം കുറവാണ്. അവർ ഒന്നിച്ചുകൂടി എന്നെ ആക്രമിച്ചാൽ ഞാൻ തകർന്നു പോകും, ഞാനും കുടുംബവും നശിക്കും. ഉൽപ്പത്തി 34:30 വാക്യം. അവർ ചോദിച്ചു, ഒരു വേശ്യയോടെന്ന പോലെ അവൻ ഞങ്ങളുടെ സഹോദരിയോട് പെരുമാറിയതെന്തിന്? ഉൽപ്പത്തി 34:31. ദീനയുടെ ചാരിത്ര്യ ഹത്യക്കെതിരായുള്ള ആ നടപടി കൊടും ക്രൂരതയായിപ്പോയി. നീതിരഹിതമായ തീക്ഷ്ണതയെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ് ദീനയുടെ കഥയിലുള്ളത്. നീതിയോടുള്ള സഹോദരന്മാരുടെ ഉത്കണ്ഠ സാധുവായിരുന്നുവെങ്കിലും ബൈബിൾ മാനദണ്ഡങ്ങൾ പ്രകാരം അവരുടെ പ്രതികാര രീതി ഏറെ അന്യായമായിരുന്നു. ഉൽപ്പത്തി 34 ശേഷം അവളുടെ പിൽക്കാല ജീവിതത്തെക്കുറിച്ച് ബൈബിൾ നിശബ്ദമാണ്. ഈജിപ്തിലേക്ക് പോയ യാക്കോബിൻ്റെ കുടുംബത്തിലെ ഭാഗമായി ദീനയെ പരാമർശിക്കുന്നുണ്ട്. ഉൽപ്പത്തി 46 അധ്യായം 15 വാക്യം. അവൾ അനുഭവിച്ച ആഘാതം ഏറെ ആയിരുന്നെങ്കിലും പുരാതന രേഖയിൽ സ്ത്രീകളെക്കുറിച്ചുള്ള വിവരണം നന്നേ കുറവാണ്. റാഹേലിൻ്റെ അന്ത്യത്തെക്കുറിച്ച് ഉൽപ്പത്തി 35 വിവരിക്കുന്നു. യാക്കോബിൻ്റെ യാത്രാസംഘം അന്ന് എഫ്രാത്ത് എന്ന് വിളിക്കപ്പെട്ട ബെത്ലഹേമിനടുത്ത് എത്തുമ്പോൾ റാഹേൽ തൻ്റെ 2ാമത്തെ കുട്ടിയെ പ്രസവിക്കാൻ വേദന അനുഭവിക്കുന്നു. പ്രസവ വേദന തീഷ്ണമായപ്പോൾ സൂതികർമ്മിണി അവളോട് പറഞ്ഞു, പേടിക്കേണ്ട, നിനക്ക് ഇപ്രാവശ്യവും ഒരു പുത്രനെ ലഭിക്കും. ഉൽപ്പത്തി 35 അധ്യായം 17 വാക്യം. അവസാന ശ്വാസത്തോടെ റാഹേൽ തൻ്റെ കുഞ്ഞിന് എൻ്റെ ദുഃഖത്തിൻ്റെ മകൻ, അല്ലെങ്കിൽ എൻ്റെ കഷ്ടതയുടെ മകൻ എന്നർത്ഥമുള്ള ബെനോനി എന്ന് പേരിട്ടു. ഉൽപ്പത്തി 35:18 വാക്യം. റാഹേലിനെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി ജനിച്ചത്
അവളുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടാണ്. ശരിക്കും ദുഃഖകരമായ ഒരു അനുഗ്രഹമായിരുന്നു അത്. എന്നിരുന്നാലും യാക്കോബ് ആ ആൺകുട്ടിയെ ബെഞ്ചമിൻ എന്ന് പുനർനാമകരണം ചെയ്തു. പിന്നീട് റാഹേൽ മരിച്ച് എഫ്രാത്തിലേക്ക് അല്ലെങ്കിൽ ബെത്ലഹേമിലേക്ക് പോകുന്ന വഴിയിൽ അടക്കം ചെയ്യപ്പെട്ടു. യാക്കോബ് അവളുടെ ശവകുടീരത്തിൽ ഒരു സ്തംഭം സ്ഥാപിച്ചു. ഉൽപ്പത്തി 35, 19, 20 വാക്യങ്ങൾ. റാഹേലിൻ്റെ ശവകുടീരം ഒരു അമ്മയുടെ ദുഃഖത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സ്മാരകമായി ഇന്നും ആദരിക്കപ്പെടുന്നു. മക്പലയിലെ പൂർവിക ഗുഹയിൽ അടക്കം ചെയ്യപ്പെടാത്ത ഗോത്രമാതാവ് റാഹേൽ മാത്രമായിരുന്നു. എങ്കിലും റോഡരികിലുള്ള അവളുടെ ശവകുടീരം പിൽക്കാല തലമുറകൾക്കൊരു പ്രതീകമായി മാറി. ഇസ്രായേലിയർ നാടുകടത്തലിൻ്റെ ഭാഗമായി അവളുടെ ശവകുടീരത്തിന് സമീപത്ത് കൂടി നീങ്ങുമ്പോൾ റാഹേൽ തൻ്റെ മക്കളെ ഓർത്ത് കരയുന്ന ഒരു കാവ്യാത്മക ചിത്രം ജെറേമിയ പ്രവാചകൻ രേഖപ്പെടുത്തുന്നു. ജെറേമിയ 31:15. അതോടൊപ്പം ജെറേമിയ പ്രവാചകൻ റാഹേലിന് ദൈവത്തിൻ്റെ വാഗ്ദാനവും നൽകുന്നു. നിന്റെ കരച്ചിൽ നിർത്തുക, അവർ ശത്രുവിൻ്റെ ദേശത്തു നിന്ന് മടങ്ങി വരും, നിന്റെ മക്കൾ സ്വന്തം ദേശത്തേക്ക് മടങ്ങും. ജെറേമിയ 31, 16, 17 വാക്യങ്ങൾ. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഹെറോദസ് രാജാവ് 2 വയസ്സിൽ താഴെയുള്ള ആൺകുഞ്ഞുങ്ങളെ കൊന്നതിൽ ദുഃഖിച്ച ബെത്ലഹേമിലെ അമ്മമാരിൽ റാഹേലിൻ്റെ കരച്ചിൽ വീണ്ടും നിവൃത്തിയേറിയതായി കാണുന്നു. റാമായിൽ ഒരു സ്വരം, വലിയ കരച്ചിലും മുറവിളിയും. റാഹേൽ സന്താനങ്ങളെക്കുറിച്ച് കരയുന്നു. മത്തായി 2-ാം 18 വാക്യം. അങ്ങനെ റാഹേലിൻ്റെ കണ്ണുനീർ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം ദുഃഖത്തിൻ്റെയും മധ്യസ്ഥതയുടെയും പ്രതീകമായി പ്രതിധ്വനിക്കുന്നു. അവളുടെ ദുഃഖം വെറുതെയാകില്ലെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നു. ക്രിസ്തീയ പാരമ്പര്യം ചിലപ്പോൾ ഇതിനെ ഈശോയുടെ അമ്മയുടെ മാതൃദുഃഖവുമായി ബന്ധിപ്പിക്കുന്നു. ലിയായുടെ പിൽക്കാല ജീവിതം ബൈബിളിൽ വിശദമാക്കുന്നില്ല. എന്നാൽ അവൾ റാഹേലിനേക്കാൾ കൂടുതൽ കാലം ജീവിച്ചുവെന്നും കുടുംബത്തോടൊപ്പം കനാനിലെ അവരുടെ വാസസ്ഥലത്തേക്ക് പ്രവേശിച്ചെന്ന് നമുക്കറിയാം. വർഷങ്ങൾക്ക് ശേഷം ഈജിപ്തിൽ വെച്ച് യാക്കോബ് മരിക്കുമ്പോൾ അബ്രാഹാം, സാറ, ഇസ്ഹാക്ക്, റബേക്ക എന്നിവരോടൊപ്പം ലേയായെ പൂർവികരുടെ കല്ലറയിൽ മക്പലായിൽ അടക്കം ചെയ്തതായി അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഉൽപ്പത്തി 49-ാം 31 വാക്യം. ഹൃദയസ്പർശിയായ ഒരു അന്ത്യമാണിത്. ലിയായുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും 2ാം സ്ഥാനക്കാരിയായിരുന്നുവെങ്കിലും റാഹേലിൻ്റെ മരണശേഷം യാക്കോബ് അവൾക്ക് ഏറെ സ്നേഹാദരവുകൾ നൽകി. മരണത്തിൽ അവളോടൊപ്പം വിശ്രമിച്ചു. ലിയായുടെ മക്കളായ ലേവി, യൂദ എന്നിവരിലൂടെ അവളുടെ പാരമ്പര്യം ഉടമ്പടിയുടെ കാതലായി മാറി. ലേവി വംശത്തിൽ നിന്ന് മോശയും അഹറോനും പൗരോഹിത്യവും വന്നു. യൂദായുടെ വംശത്തിൽ നിന്ന് ദാവീദ് രാജാവും കാലത്തിൻ്റെ പൂർണ്ണതയിൽ യേശു ക്രിസ്തുവും വന്നു. പലപ്പോഴും അവഗണന അനുഭവിച്ച ലിയായെ മിശിഹായുടെ വംശം മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം തിരഞ്ഞെടുക്കുന്നു. ഇത് അവൾക്ക് ലഭിച്ച അന്തസ്സിൻ്റെ സ്ഥിരീകരണമാണ്. അതേസമയം റാഹേലിൻ്റെ പാരമ്പര്യം ജോസഫിലൂടെ തുടർന്നു. അദ്ദേഹം ഈജിപ്തിലെത്തി തൻ്റെ കുടുംബത്തെ ക്ഷാമത്തിൽ നിന്ന് രക്ഷിച്ചു. ഉൽപ്പത്തി 45-ാം അധ്യായം 5 മുതൽ 7 വരെ വാക്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായ എഫ്രേമും മനാസയും ഇസ്രായേലിൻ്റെ ഗോത്രങ്ങളായി. ഇസ്രായേലിൻ്റെ ആദ്യ രാജാവായ സൗൾ റാഹേലിൻ്റെ ഇളയ മകനായ ബെഞ്ചമിൻ്റെ ഗോത്രത്തിൽ നിന്നാണ് വന്നത്. ദീന യാക്കോബിൻ്റെ പുത്രന്മാരെ അവരുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്ന നീതിയെയും കരുണയെയും കുറിച്ചുള്ള വേദനാജനകമായ പാഠങ്ങൾ പഠിപ്പിച്ചു. റാഹേൽ, ലെയ, ദീന എന്നിവരിൽ നിന്നുള്ളതായ പാഠങ്ങൾ നമുക്ക് നോക്കാം. 1. ദൈവം എളിയവരെ സംരക്ഷിക്കുന്നു. സ്നേഹിക്കപ്പെടാത്തവരെയും അവഗണിക്കപ്പെടുന്നവരെയും ദൈവം സംരക്ഷിക്കുന്നുവെന്ന് ലിയായുടെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. യാക്കോബ് റാഹേലിനെ സ്നേഹിച്ചതിന് സമാനമായി അവളെ സ്നേഹിച്ചില്ലെങ്കിലും ദൈവം അവളുടെ വേദന ശ്രദ്ധിക്കുകയും കുട്ടികളെ നൽകി അവളെ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്തു. ലോകത്തിൻ്റെ പ്രീതിയിലല്ല, മറിച്ച് ദൈവത്തിൻ്റെ വിശ്വസ്ത സ്നേഹത്തിലാണ് നാം പ്രത്യാശ അർപ്പിക്കേണ്ടത്. 2. ദൈവത്തിൻ്റെ സമയനിഷ്ഠയിൽ വിശ്വാസം അർപ്പിക്കണം. ഭർത്താവിനാൽ ആഴമായി സ്നേഹിക്കപ്പെട്ടെങ്കിലും വന്ധ്യയായ റാഹേൽ അസൂയയും നിരാശയും കൊണ്ട് വിഷമിച്ചു. എന്നാൽ തക്ക സമയത്ത് ദൈവം റാഹേലിനെ ഓർത്തു. ഉൽപ്പത്തി 32-22 വാക്യം. പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചില്ലെന്ന് തോന്നുമ്പോഴും പ്രത്യാശയിൽ ഉറച്ചു നിൽക്കുവാൻ അവളുടെ കഥ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സമയം നമ്മുടേതായി പൊരുത്തപ്പെടണമെന്നില്ല. പക്ഷെ അവൻ്റെ പദ്ധതികൾ എല്ലായ്പ്പോഴും ജ്ഞാനവും ലക്ഷ്യബോധവും ഉള്ളതാണ്. 3. നമുക്കായുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ സഹനവും ഉൾച്ചേരുന്നു. റാഹേലിൻ്റെ അവസാനത്തെ കുട്ടി അവളുടെ പ്രസവ വേദനയോടുകൂടിയ മരണസമയത്ത് ജനിച്ചു. എന്നാൽ അവളുടെ ആ മകനായ ബെഞ്ചമിൻ
ഇസ്രായേലിലെ ഒരു ഗോത്രത്തിൻ്റെ പിതാവും ആ ശാഖയിൽ നിന്ന് ഇസ്രായേലിൻ്റെ പ്രഥമ രാജാവായ സാവൂളുമുണ്ടായി. അവളുടെ ആദ്യജാതനായ ജോസഫ് ഈജിപ്തിൽ ഒരു രക്ഷകനായി. ജീവിത ക്ലേശങ്ങൾക്കിടയിലും ദൈവം അനുഗ്രഹം വർഷിക്കുന്നു. 4. താരതമ്യത്തിൻ്റെയും മത്സരത്തിൻ്റെയും അപകടങ്ങൾ. യാക്കോബിൻ്റെ സ്നേഹത്തിനും സന്താനോൽപാദന പദവിക്കും വേണ്ടി മത്സരിച്ച റാഹേലും ലിയായും മനോവിഷമങ്ങളിലൂടെ കടന്നുപോയി. അവരുടെ മത്സരം അവരുടെ സന്തോഷത്തെ ശിഥിലമാക്കി. മറ്റുള്ളവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ അസൂയാലുക്കളാകാതിരിക്കുവാൻ ഇത് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഓരോ വ്യക്തിക്കുമുള്ള ദൈവത്തിൻ്റെ പദ്ധതി അതുല്യമാണ്. അതിനെ നാം വിലമതിക്കുകയും അസൂയ ഒഴിവാക്കുകയും വേണം. 5. ദൈവത്തിന് നിരക്കാത്ത നീതി വിനാശകരമാണ്. ദീനായുടെ മലിനീകരണത്തിൻ്റെയും അവളുടെ സഹോദരന്മാരുടെ പ്രതികാരത്തിൻ്റെയും കഥ കാണിക്കുന്നത് നീതിയോടുള്ള തീഷ്ണത ശരിയാണെങ്കിലും അത് ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ നയിക്കപ്പെടണമെന്നാണ്. ശെമിയോൻ്റെയും ലേവിയുടെയും വഞ്ചനാപരവും അക്രമാസക്തവുമായ പ്രതികാരത്തിന് ദൈവിക അനുമതിയില്ലായിരുന്നു. മാനം സംരക്ഷിക്കുന്നതിൻ്റെ പേരിലാണെങ്കിലും അക്രമം നാശത്തിലേക്ക് നയിക്കുമെന്ന് അവരുടെ പ്രവൃത്തികൾ നമ്മെ പഠിപ്പിക്കുന്നു. യഥാർത്ഥ നീതി കരുണയാൽ മയപ്പെടുത്തുന്നതും നീതിയിൽ വേരൂന്നിയതുമാകണം. 6. ദൈവത്തിൻ്റെ അംഗീകാരം മികച്ചതാണ്. ജീവിതത്തിൽ സ്നേഹിക്കപ്പെടാതിരുന്നിട്ടും മരണത്തിലും പൈതൃകത്തിലും ലിയ ബഹുമാനിക്കപ്പെട്ടു. ഇസ്രായേലിൻ്റെ പുരോഹിത രാജകീയ വംശങ്ങളുടെ ഗോത്രമാതാവായി അവൾ മാറി. അവളുടെ പിൻതലമുറയിൽ നിന്നാണ് യേശുക്രിസ്തു അവതരിച്ചത്. മാനുഷിക അവഗണനയോ അംഗീകാരമോ അല്ല ദൈവത്തിൻ്റെ മാനദണ്ഡം. ദൈവാശ്രയമാണ് പരമപ്രധാനം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, സ്നേഹിക്കപ്പെടാത്തവരെ കാണുന്ന, വന്ധ്യരുടെ നിലവിളി കേൾക്കുന്ന, മുറിവേറ്റവർക്ക് നീതി നൽകുന്ന ദൈവമാണല്ലോ അങ്ങ്. ബലഹീനതയിലും ദുഃഖത്തിലും നിശബ്ദതയിലും അങ്ങയുടെ കരങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന് റാഹേൽ, ലിയ, ദീന എന്നിവരിലൂടെ അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങയിൽ ഞങ്ങളുടെ വ്യക്തിത്വം കണ്ടെത്താൻ, അങ്ങയുടെ സമയത്തെ പ്രത്യാശയോടെ കാത്തിരിക്കാൻ, നീതിയും കരുണയും ഉപയോഗിച്ച് പ്രവർത്തിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. എല്ലാവരെയും ബഹുമാനിക്കുവാനും അങ്ങയിൽ ആശ്രയിച്ച് ജീവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. ആമേൻ.